നമസ്കാരം, സൗഹൃദ മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളിന്ന് ഹൈറിച്ചിൻ്റെ കേസിൻ്റെ അപ്ഡേഷനാണ് സംസാരിക്കുന്നത്. നീട്ടി വെച്ചിട്ടിപ്പോൾ ഈ മാസം 27-ാം തീയതിക്ക് ആണ് നമ്മുടെ കേസ് നീട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കോടതി നീട്ടി വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതിനൊക്കെ ചിലപ്പോൾ സംശയിക്കാനൊക്കെ ഇടയുണ്ട്. കോടതിനെ നമ്മൾ ഒരു തരത്തിലും സംശയിക്കാൻ പാടില്ല. കാരണം കോടതി ആരുടെയും ഭാഗസ്ഥനായിട്ട് നിലകൊള്ളുന്നതല്ല, നിഷ്പക്ഷമായിട്ടാണ് കോടതി നിൽക്കുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ തൃശ്ശൂർ ജില്ലയിലെ ഈ ഹൈറിച്ചിൻ്റെ കേസ് മാത്രമല്ലല്ലോ നമ്മുടെ ഈ കോടതിയിൽ വരുള്ളൂ. 14 ജില്ലയിലത്തെയും കേരളത്തിലെ 14 ജില്ലയിലത്തെയും കേസുകൾ നമ്മുടെ ഈ ഹൈക്കോടതിയിൽ വരില്ലേ. അപ്പോൾ അതിനൊക്കെ സമയമെടുക്കില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ പൈസ നിക്ഷേപിച്ച ആളുകൾക്കൊക്കെ സംശയം വരാൻ സാധ്യതയുണ്ട്. ഇത് എന്ത് കാരണവശാലാണ് ഇങ്ങനെ നീണ്ടു പോണത്, കോടതിനെ ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ തോന്നുമായിരിക്കാം. പക്ഷെ അതിലൊന്നും വാസ്തവമില്ല, ഒരു കഴമ്പും അതിലില്ല. പിന്നെ എന്താണ് എന്നാണ് ചോദിക്കുക. അപ്പോൾ കോടതിയിലൊരു പരാതി വന്നാൽ ആ പരാതി ഫയലിൽ സ്വീകരിച്ച് അതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് പഠിച്ച് എന്നതിന് ശേഷമല്ലേ ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയായ രീതിയിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്താതെ ജഡ്ജിന് ഒരു വിധി പറയാൻ സാധിക്കുമോ? അങ്ങനെ പറഞ്ഞാൽ പിന്നെ ആ കേസിൻ്റെ അവസ്ഥ എന്താവും? ബാലിശമായിട്ട് പോവില്ലേ. അപ്പോൾ അത് വരരുത്. പ്രമാദമായൊരു കേസായതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് അണുവിട തെറ്റാതെയാണ് കോടതി നമ്മുടെ ഈ കേസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അനുകൂലമായൊരു വിധി മാത്രമേ പ്രഖ്യാപിക്കേണ്ടതുള്ളൂ. ബാക്കി എല്ലാ അന്വേഷണങ്ങളും നടന്ന് ഇത് മണി ചെയിനല്ല എന്നൊക്കെ കോടതി നിരീക്ഷിച്ചതിന് ശേഷം മനസ്സിലാക്കി മറ്റെല്ലാ കേസുകളും ഒരുവിധം അവസാനിച്ച മട്ടായി. ഇനി ഒരു വിധി മാത്രം നമുക്ക് കിട്ടേ വേണ്ടുള്ളൂ. ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു പ്രശ്നമല്ലേ. അപ്പോൾ അത് വളരെ കൃത്യതയോട് കൂടിയിട്ട് ഒരു ജഡ്ജ്മെൻ്റ് തന്നെ വേണ്ടേ. അപ്പോൾ ഈ മാസം 27-ാം തീയതിക്ക് മാറ്റിവെച്ചു എന്ന് പറഞ്ഞിട്ട് യാദൃച്ഛികമായിട്ട് കോടതിക്ക് എന്തെങ്കിലും ഒരു സംശയം നിഴൽ തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ വീണ്ടും നീട്ടിവെക്കാനൊക്കെ സാധ്യതയുണ്ട്. കാരണം ഒരു ആഴ്ച കൊണ്ടോ അതല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ യാദൃച്ഛികമായിട്ട് ഒരു വർഷം കൊണ്ടോ ഒന്നും ഒരു കേസ് ചിലപ്പോൾ അവസാനിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അത് നമ്മൾ എന്തായാലും മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അതിൽ ഒരു തെറ്റും നമ്മൾ മനസ്സിലാക്കരുത്. ഒരു കുറ്റം കോടതിയിൽ കാണാനും പാടില്ല. പിന്നെ ഇതിന് വിപരീതമായിട്ട് ധാരാളം ആളുകൾ പലതും പറഞ്ഞ് പരത്തുന്നുണ്ട്. ഇത് തട്ടിപ്പാണ്, മറ്റ് പല കേസുകളെ ഇതിനോട് ചേർത്തിട്ടൊക്കെ പറയുന്നുണ്ട്. പലതും ഒളിഞ്ഞു പോയതാണ് എന്നതുപോലെ തന്നെയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം അതൊന്നുമല്ല. സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇതിൽ യാതൊരു വ്യാജവുമില്ല. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു നടപടിക്രമങ്ങളാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക, പ്രത്യാശിക്കുക. പിന്നെ ഒരു കാര്യത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളാണല്ലോ, ബഹുജനം പലവിധല്ലേ. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഭിന്ന അഭിപ്രായങ്ങളുണ്ടാവാം, സ്വാഭാവികം. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ ശ്രദ്ധ കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ശ്രദ്ധ കൊടുത്താൽ എന്താ ഉണ്ടാവുക? നമ്മളെ മനോവ്യത കൂടും. അപ്പോൾ അതിലേക്കുള്ള ശ്രദ്ധയൊന്നും ആരും കൊടുക്കണ്ട. അനുകൂലമായ കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ചാനലുകളിലൂടെ പലതും പറയുന്നുണ്ടല്ലോ, എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്കിവിടെ ഉണ്ടല്ലോ. ജനാധിപത്യ രാജ്യമല്ലേ നമ്മളുടേത്. അപ്പോൾ ഈ ജനാധിപത്യ രാജ്യത്ത് ഒരു കാര്യത്തെക്കുറിച്ച് ഭിന്ന അഭിപ്രായങ്ങൾ 4 ആളുണ്ടെങ്കിൽ 4 തരം അഭിപ്രായങ്ങൾ പറയാം. അത് സ്വാഭാവികമാണ്. അപ്പോൾ അതിൽ നിന്നും യാഥാർത്ഥ്യം തിരഞ്ഞെടുത്ത് മനസ്സിലാക്കുകയാണ് നമ്മളുടെ മികവ്. അപ്പോൾ അങ്ങനെ ഒരു മികവുള്ള വ്യക്തിത്വങ്ങളാവുക, കാത്തിരിക്കുക. പിന്നെ ഇപ്പോൾ നമ്മുടെ കേസ് ഇങ്ങനെ നീണ്ടു പോവുക എന്ന് പറയല്ലേ. അപ്പോൾ ഈ അടുത്തിടെ മലയാളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ ഒരു വാർത്ത കാണാൻ ഇടയായി. എന്താ വാർത്ത എന്നറിയോ? നമ്മുടെ ഈ ഹൈറിച്ചിന് പ്രതികൂലമായിട്ടൊരു അന്യായം, കോടതിയിലൊരു അന്യായം വന്നത് എവിടുന്നാണ്? തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്.
എന്നതുപോലെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു വ്യക്തി ഹൈക്കോടതിയിലൊരു പരാതി കൊടുത്തിട്ടുണ്ട്. അത് ഹൈറിച്ചിനെ കുറിച്ചല്ല. തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ഈ അടുത്തിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നില്ലേ, ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കോടതിയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാ റദ്ദാക്കുക എന്നുള്ളതല്ലേ. റദ്ദാക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പ്രമുഖ 3 സ്ഥാനാർത്ഥികൾ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു. പിന്നെ ചെറിയ ചെറിയ സ്ഥാനാർത്ഥികൾ ഓരോ ചിഹ്നങ്ങളൊക്കെ ആയിട്ട് അതും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 പ്രമുഖ വ്യക്തികൾ മത്സരിച്ചാൽ 3 പേരും ഒരേപോലെ ജയിക്കില്ലല്ലോ, സ്വാഭാവികമല്ലേ. അപ്പോൾ അതിലൊരു വ്യക്തിയല്ലേ ജയിക്കുള്ളൂ. അങ്ങനെ ജയിച്ചൊരു വ്യക്തി മതവികാരത്തെ ഇളക്കി വിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മതം എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും എന്തെങ്കിലും ഒന്നെന്ന് പറയുമ്പോൾ ഇളകി മറിയാനുള്ളതാണോ ഈ മതവികാരം? അതൊരു ചട്ടക്കൂടല്ലേ. നമ്മൾ ഓരോരുത്തരും നന്നേ ചെറുപ്പം മുതൽ കേട്ടും അറിഞ്ഞും പഠിപ്പിച്ചും തന്നിട്ട് അതിലൂടെ സഞ്ചരിക്കില്ലേ നമ്മൾ ഓരോ മതസ്ഥരും. അപ്പോൾ ഒരാൾ വ്യാജമായ ഒരു കാര്യം പറഞ്ഞാൽ മതവികാരം ഒന്നും ഇളകി മറിയാൻ പാടില്ല. അതങ്ങനെ ഉറച്ചു നിൽക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പരാതി, ഈ കേസ് റദ്ദാക്കിയാൽ, ഒരു കേസ് റദ്ദാക്കിയാൽ പിന്നെ രണ്ടാമത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കണ്ടേ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് നടത്താൻ എത്ര സംഖ്യ ചിലവ് വരും? ലക്ഷക്കണക്കിന് രൂപ ചിലവല്ലേ. പിന്നെ ഇലക്ഷനൊക്കെ എന്ന് പറഞ്ഞാൽ സമയാസമയങ്ങളിൽ നടക്കുന്നതാണ്. ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, അതിന് കേന്ദ്ര സർക്കാരുണ്ട്, കേരള സർക്കാരുണ്ട്. ഇവരുടെയൊക്കെ നിയന്ത്രണത്തിൽ നടക്കുന്നതല്ലേ തിരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ വ്യക്തിയുടെ പരാതി ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ക്രിസ്തുമസ് അവധി കഴിഞ്ഞിട്ട് ഒരു തീരുമാനം എടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ക്രിസ്തുമസ് അവധി കഴിഞ്ഞിട്ട് വരുമ്പോൾ ചിലപ്പോൾ നടന്നൊന്നും വരില്ല, മറ്റു പല കേസുകളും വന്നാൽ ഇനി നീളും. എന്നതുപോലെ നമ്മുടെ ഈ ഹൈറിച്ചിൻ്റെ കേസ് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അതിനും കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ബാലിശമായൊരു പരാതി വന്നാൽ കോടതി അത് പഠിക്കും. കോടതി പഠിക്കാൻ സമയമെടുക്കും. സമയമെടുത്തതിൻ്റെ ശേഷം ജഡ്ജ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആഴ്ചകൾ, മാസങ്ങൾ, അതല്ലെങ്കിൽ വർഷങ്ങൾ വരെ നീണ്ടുപോകാം. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ഇത്തരം പരാതികൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇത് ഒരു വ്യക്തി, ഒരു സ്ഥാനാർത്ഥി വിജയിക്കുക വെച്ചാൽ വെറുതെ വിജയിക്കില്ലല്ലോ. നമ്മളിൽ പലരും, അതായത് സമ്മതിദാനാവകാശം, ഒരു വോട്ടറുടെ സമ്മതിദാനാവകാശം അതീവ രഹസ്യമായിട്ട് രേഖപ്പെടുത്തി അങ്ങനെയുള്ള ഒരു വ്യക്തി ജയിക്കുക. അപ്പോൾ പിന്നെ അതിലെന്താണ് അസ്വാഭാവികത കാണാനുള്ളത്? അപ്പോൾ ഇദ്ദേഹം അത് അങ്ങനെ നോക്കി കണ്ടു. അദ്ദേഹം ഹൈക്കോടതിയിൽ പരാതി കൊടുത്തു. പരാതി സ്വീകരിച്ചു. ക്രിസ്മസ് അവധിക്ക് ശേഷം ഇനി ആ പരാതി, ഇതിനൊരു പരിഹാരം ഉണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി സമാനമായിട്ട് മറ്റു പല കേസുകളും വരാം. എല്ലാ കേസുകളും വാദിക്കുന്നത് കോടതി തന്നെയല്ലേ, ഒരു കോടതിയല്ലേ ഉള്ളൂ. കേസുകൾ പലതാണെങ്കിലും ഹൈക്കോടതി ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആ തരത്തിലല്ലേ കേസുകൾ പോവുക. അപ്പോൾ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഈ വരുന്ന 27-ാം തീയതി ഹൈറിച്ചിന് അനുകൂലമായൊരു വിധി ജഡ്ജിക്ക് പറയാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവട്ടെ. അനുകൂലമായൊരു വിധി ഈ പാവപ്പെട്ട ആളുകളുടെ കണ്ണീരിനും സങ്കടത്തിനും ഒരു അറുതി വരുത്താൻ വേണ്ടിയിട്ട് അനുകൂലമായൊരു വിധി, ഹൈറിച്ചിന് അനുകൂലമായൊരു വിധി പറയാൻ സാധ്യമാവട്ടെ എന്ന് നമുക്ക് ഏവർക്കും പ്രത്യാശിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം. നമസ്കാരം.